ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നം റൂട്ടിൽ പൈക ടൗണിന് സമീപമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. 11.25 സെൻറ്റ് സ്ഥലവും 1750 സ്ക്വയർ ഫീറ്റുമുള്ള 3 ബെഡ്റൂം അറ്റാച്ച്ഡ് വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശം വരുന്നത്. 11.25 സെൻറ്റ് സ്ഥലമാണ് ഈ വീടിനുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ സൗകര്യം എന്ന് പറയുന്നത് ഇത് ഹൈവേയിൽ നിന്നും വെറും 200 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം പറയുന്നത്. ടൗണിലേക്കൊക്കെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് വീടിൻ്റെ മുൻവശത്തെ ഒരു ദൃശ്യം വരുന്നത്. വടക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് വലിയൊരു കാർ പോർച്ച്, അതിനോട് ചേർന്ന് തന്നെയായിട്ടൊരു വറ്റാത്തൊരു കിണർ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തുചേർന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ്. വീടിൻ്റെ മുൻവശത്തുകൂടി പോകുന്നത് ടാറിംഗ് റോഡാണ്, പഞ്ചായത്തിൻ്റെ ടാറിംഗ് റോഡാണ്. നല്ലൊരു ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കണ്ടുവരാം. ഒരു എൽ ഷേപ്പിലുള്ളൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ്. ഇതാണ് വീടിൻ്റെ ഈ വശങ്ങളിൽ നിന്നുള്ള ഒരു ദൃശ്യം വരുന്നത്. സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ആരാധനാലയങ്ങൾ എല്ലാം നടന്നു പോകാവുന്ന ഒരു ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂം, 2 ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റോർ റൂം, സിറ്റ് ഔട്ട്, കാർ പോർച്ച് മുതലായ സൗകര്യങ്ങളാണ് ഈ വീടിനുള്ളത്. ഇവിടെ ഒരു അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. നല്ല നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ്. കിച്ചൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ് നമ്മുടെ ഒരു മുറ്റം വരുന്നത്. 2-3 വാഹനങ്ങൾ കയറ്റി ഇടാനുള്ള ഒരു മുറ്റമുണ്ട്. നല്ലൊരു ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. യാതൊരുവിധ പ്രകൃതിക്ഷോഭങ്ങളും ബാധിക്കാത്തൊരു മേഖലയാണ്. അതോടൊപ്പം തന്നെ പ്രളയത്തിൻ്റേതായ യാതൊരു ഭീഷണിയുമില്ലാത്തൊരു പ്രദേശമാണ് പൈക എന്ന് പറയുന്നത്. പാലാ കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ ടൗണ് പൈകയാണ്. 24 മണിക്കൂർ ബസ് സർവീസുള്ള ഹൈവേയിൽ നിന്നും വെറും 200 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഇതാണ് എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ട്. അതിൻ്റെ പില്ലറുകളിലൊക്കെ നല്ല വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. അതാണ് കാണുന്ന പഞ്ചായത്തിൻ്റെ ടാറിംഗ് റോഡ്. റോഡിൽ നിന്ന് നേരെ കാർ പോർച്ചിലേക്ക്, ഗേറ്റ് തുറന്ന് കാർ പോർച്ചിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത്. തേക്കിൻ്റെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന മെയിൻ ഡോറാണ്. നല്ല ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തെ വിശേഷങ്ങൾ കാണാം. ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഏരിയ വരുന്നത്. വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. ജിപ്സം വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകൾ, LED ലൈറ്റുകൾ മുതലായവയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ. നല്ല നീളത്തിലാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും അങ്ങേയറ്റത്തായിട്ടൊരു പ്രെയർ യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലും ജിപ്സം വർക്കുകളൊക്കെ ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് ബെഡ്റൂമുകൾ കാണാം. അവിടെ നിന്ന് അല്പം ഉള്ളിലേക്ക് മാറിയിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം വരുന്നത് തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡോറുകളാണ്. റെഡിമെയ്ഡ് ഡോറുകളല്ല കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റിൻ്റെ ഡിസൈനുള്ള ഒരു ടൈലാണ് ഈ റൂമിന് കൊടുത്തിരിക്കുന്നത്. റൂമിൽ ഫാൻസി ലൈറ്റ്, ട്യൂബ് ലൈറ്റ് മുതലായവ എല്ലാം കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. അതോടൊപ്പം തന്നെ ഈ ബെഡ്റൂമിൻ്റെ അല്പം ഉള്ളിലേക്ക് മാറി 2 പാളിയുടെ ഒരു അലമാര കൊടുത്തിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ്. 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം. വീണ്ടും നമ്മൾ ഹാളിലേക്ക് വന്നു. ഇതാണ് ഇവിടുത്തെ ഒരു പ്രെയർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്.
നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. മുമ്പേ കണ്ട റൂമിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇത്. എല്ലാ റൂമിലും ഫാനും, ഫാൻസി ലൈറ്റ്, ട്യൂബ് ലൈറ്റ്, AC-യുടെ പോയിന്റ് മുതലായവ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു 3 പാളിയുടെ ഒരു 2 പാളിയുടെയും ജനാലയാണ് ഈ റൂമിന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബെഡ്റൂമിലും 2 പാളിയുടെ ഒരു അലമാര കൊടുത്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഈ റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മുൻവശത്തു കൂടിയുള്ള റോഡിൽ കൂടി സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിലെ എല്ലാ വാഹനങ്ങളും വരുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. എക്സോസ് ഫാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നടന്നു പോകാവുന്ന ദൂരത്തിൽ ഹോസ്പിറ്റലുകളുണ്ട്, സ്കൂളുകളുണ്ട്, സൂപ്പർ മാർക്കറ്റ്, ഹോട്ടൽ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ കടകൾ, ഇറച്ചിക്കട, മീൻകട മുതലായവയെല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിനും ഒരു അലമാര കൊടുത്തിട്ടുണ്ട്. 2 പാളിയുടെ ഒരു അലമാരയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ്. ഇതാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് ഇതിൻ്റെ തറയിൽ വിരിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന ഒരു കളറിലുള്ള ടൈലാണ് വാൾ ടൈലായാലും കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഹാളിലേക്ക് വന്നു. ഹാളിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് മാറി മുമ്പേ നമ്മൾ കാണിച്ചതാണ് വാഷ് ഏരിയ വന്നിരിക്കുന്നു. അവൻ്റെ വലതുവശത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. പതിമൂന്ന് കോല് താഴ്ചയുള്ള കിണറാണെന്നാണ് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. വെള്ളം വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് കണക്ഷനുണ്ട്, വെള്ളത്തിൻ്റെ കണക്ഷനുണ്ട്. ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റിലാണ്. തടിയിൽ തീർത്തിരിക്കുന്ന കബോർഡുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. മുകളിലും താഴെയുമായി ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിറകടുപ്പ് ഉപയോഗിക്കേണ്ടവർക്ക് ഈ വർക്ക് ഏരിയയിൽ ഒരു വിറകടുപ്പിൻ്റേതും ഒപ്പം ഒരു അരകല്ലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലവും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ ഒരു സ്റ്റോർ റൂം വരുന്നത്. മുകളിലും താഴെയായിട്ട് ബെർത്തുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്ത് ഡോറുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിപ്പമുള്ള, ഭംഗിയുള്ള, കുറച്ചും കൂടെ സൗകര്യത്തിൽ കുറേ കൂടെ സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈ സ്റ്റോർ റൂമിൽ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഹൈവേയുടെയൊക്കെ അടുത്ത് ടൗണും ഒക്കെ ആയിട്ട് നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു വീട്. ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 72 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യം നമ്മൾ ചെയ്തു നൽകുന്നതാണ്. വില ഇത്തവണ ആദ്യം പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി. 72 ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്ന വില. 11.25 സെൻറ്റ് സ്ഥലം, 1750 സ്ക്വയർ ഫീറ്റ് വീട്. ഓക്കെ, ബൈ.